ഗുഹ അടയ്ക്കാനുള്ള ഉറപ്പ് കല്ലിനുണ്ടോ എന്ന് നോക്കണം. തട്ടി നോക്കിയാൽ അറിയാം. നല്ല കല്ല, ഇത് മതി. എന്താ, കല്ല് പൊട്ടിച്ചു കളിക്കുകയാണോ? ഹി ഹി ഹി. സോറി. അയ്യോ, കരിനാക്കനാ. എടാ പരമദ്രോഹി, നിന്നെ ഞാൻ. അയ്യോ ശരു, അവൻ ബോധം കിട്ടു വീണു. അത് നന്നായി, ഇനി ഇവ മിണ്ടില്ലല്ലോ. കരിനാക്കനോ? ഈ ദ്രോഹിയെ എങ്ങനെ കിട്ടി? സൂത്രൻ കല്ലെറിഞ്ഞപ്പോ കിട്ടിയതാ. ഇവനെ എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും തീരുമാനിച്ചില്ല. ഇവനെ കാട്ടുതീയിലിടണം. അതിനുള്ള കാട്ടുതീ ഞാൻ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ വേണ്ട, അവനെ അങ്ങ് തട്ടിക്കളയാം. വേണ്ട വേണ്ട, ഇവനും നമ്മുടെ കാട്ടിലെ താമസക്കാരനല്ലേ. അതുകൊണ്ട് കരിനാക്കിനെ എന്തു ചെയ്യണമെന്ന് കാട്ടുമുത്തപ്പൻ തീരുമാനിക്കട്ടെ. അത് കൊള്ളാം. ശരു, താൻ കാട്ടുമുത്തപ്പനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്ത്. പ്രാർത്ഥനകളൊക്കെ ഓർമ്മയുണ്ടല്ലേ? പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികളിട്ടു വരുന്നവനെ. അവൻ ഉണർന്നു. എന്താ എന്താ എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നത്? കാട്ടുമുത്തപ്പ ഇപ്പം വരും. ആഹാ, തേടിയ വള്ളി കാലിച്ചുട്ടി. എനിക്കും കാട്ടുമുത്തപ്പനെ ഒന്ന് കാണണം. നീ കാരണമേ വരുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കാട്ടുമുത്തപ്പനോട് പറയൂ. ചേട്ടാ, ഞാൻ കാരണമോ? വരാനുള്ളത് വഴി തങ്ങുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? അത് ശരിയാണല്ലോ, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അതാരാ? കാട്ടുമുത്തപ്പൻ. സോറി, വള്ളി കാലിൽ ചുറ്റി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാനിരുന്ന വഴിയിൽ തങ്ങിപ്പോയി.